കുറച്ചും കൂടെ ഏജ്ഡ് ആയിട്ടുള്ള സ്ത്രീകളിലാണ് കൂടുതലും കാണുന്നത്. ചെറുപ്പക്കാരിലും ഇപ്പൊ വരുന്നുണ്ട്, എന്നാലും കുറച്ച് കൂടുതൽ കാണുന്നത് ഏജ്ഡ് ആയിട്ടുള്ള സ്ത്രീകളിലാണ്. അപ്പൊ വയറിൽ നിന്ന് ദശ നമ്മൾ രക്തക്കുഴലോട് കൂടി എടുക്കും. എന്നിട്ട് ആ രക്തക്കുഴൽ നമ്മൾ മാറിന്റെ അടുത്തുള്ള രക്തക്കുഴലുമായിട്ട് തുന്നിച്ചേർക്കും. അങ്ങനെ വയറിലെ ദശ എടുത്ത് നമ്മൾ മാറിൽ കൊണ്ടുവയ്ക്കും. നമുക്ക് ഒറ്റ സിറ്റിംഗിൽ തന്നെ, ഒരു സർജറിയിൽ തന്നെ നമുക്ക് മാറ് നീക്കം ചെയ്യുന്നതും മാറ് റീകൺസ്ട്രക്ട് ചെയ്യുന്നതും അപ്പുറത്തെ മാറ് റെഡ്യൂസ് ചെയ്യുന്നത്, ഇതെല്ലാം നമുക്ക് ഒറ്റ സർജറി ആയിട്ട് ചെയ്യാവുന്നതാണ്. ബ്രസ്റ്റ് ക്യാൻസർ വന്ന് ബ്രസ്റ്റ് നഷ്ടപ്പെട്ടു പോകുന്നവരുടെ വിഷമം നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് സംസാരിക്കാൻ നമ്മളോടൊപ്പം ഇന്ന് ചേരുന്നത് SUT ഹോസ്പിറ്റൽ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി ഡിപ്പാർട്ട്മെന്റ് ഡോക്ടർ ലിഷയാണ്. ഡോക്ടർ, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. ഡോക്ടർ, ബ്രസ്റ്റ് ക്യാൻസർ മന്താണ്. അപ്പോൾ ഈ മന്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ളത് ഒന്ന് വിശദീകരിക്കാമോ? നമുക്കറിയാം, ഇന്നത്തെ ലോകത്ത് ക്യാൻസറുകൾ ഒരുപാട് കൂടുതലാണ്. അപ്പൊ സ്ത്രീകളിൽ ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന ഒരു ക്യാൻസറാണ് ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറയുന്നത്, സ്തനാർബുദം എന്ന് പറയുന്നത്. അപ്പൊ സ്തനാർബുദത്തിനെ കുറിച്ച് കൂടുതൽ അവയർനെസ് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ഉദ്യമത്തോടു കൂടിയാണ് ഈ ബ്രസ്റ്റ് ക്യാൻസർ അവയർനെസ് മന്ത് ഒക്ടോബർ 1 മുതൽ ഒക്ടോബർ 31 വരെ നമ്മൾ ആചരിക്കുന്നത്. ഇത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഈ തവണ 2025 തീമായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് എവറി ജേർണി ഈസ് യുണീക്, എവറി ജേർണി മാറ്റേഴ്സ് എന്നുള്ളതാണ്. ഓരോ പേഷ്യന്റിന്റെ കഥയും ഓരോ പേഷ്യന്റിന്റെ സ്റ്റോറി യുണീക്കാണ്. ഓരോ പേഷ്യന്റിന്റെതും വളരെ പ്രധാനവുമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ നേരത്തെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഇത് മാറ്റി പൂർണ്ണമായിട്ട് ചികിത്സ നടത്തി ഭേദമാക്കാവുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചുള്ള കൂടുതൽ അവയർനെസ് നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇപ്പൊ ബ്രസ്റ്റ് ക്യാൻസർ വന്ന്, അതായത് പുറത്ത് പറയാറില്ല ഈ എനിക്ക് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ട് എന്നൊരു സ്ത്രീ പറയാൻ ഒരുപാട് മടിക്കാറുണ്ട്. കാരണം ഈ ബ്രസ്റ്റ് നഷ്ടപ്പെട്ടു പോയാലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വിചാരിക്കുന്ന കുറെ സ്ത്രീകളുണ്ട്. ആ സ്ത്രീകളോട് എന്താണ് ഡോക്ടറിന് പറയാനുള്ളത്? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ നേരത്തെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതെല്ലാം മാറി നമുക്ക് ഫ്രീ ആയിട്ടുള്ള ഒരു ജീവിതം ജീവിക്കാൻ പറ്റും. അപ്പൊ എത്രയും പെട്ടെന്ന് മാറിലൊരു മുഴ ഉണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് ഡോക്ടറിന്റെ അടുത്തേക്ക് പോകുക, എത്രയും പെട്ടെന്ന് ചികിത്സ തുടങ്ങുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇതില് മാറിലൊരു മുഴ കാണുമ്പോൾ അതിന് വേദന ഉണ്ടാവണമെന്നില്ല. അപ്പൊ പലരും വിചാരിക്കും എനിക്ക് വേദനയില്ല അതുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നും കാണില്ല, ക്യാൻസർ ആണെങ്കിൽ വേദനയൊക്കെ വരില്ലേ എന്ന് വിചാരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അത് അങ്ങനെയല്ല. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, മറ്റു ചിലർക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാമായിരിക്കും. മുഴ വന്നാൽ എന്റെ മാറ് നീക്കം ചെയ്യും, ഓപ്പറേഷൻ വേണ്ടി വരും. അപ്പൊ ഈ ഓപ്പറേഷനെ പേടിക്കുന്നവര് മാറ് നീക്കം ചെയ്ത് കഴിയുമ്പോൾ മാറില്ലാതെ ഞാൻ എങ്ങനെ ജീവിക്കും, എന്റെ ഐഡന്റിറ്റി, എന്റെ കോൺഫിഡൻസ്, ഞാൻ എങ്ങനെ ഓഫീസിൽ പോകും, അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരും ഉണ്ട്. അപ്പൊ അവർക്കൊക്കെ ഉള്ള ഒരു സൊല്യൂഷൻ ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ബ്രസ്റ്റ് റീകൺസ്ട്രക്ഷൻ സർജറി. ഓക്കെ, അപ്പൊ ഈ ഒരു ബ്രസ്റ്റ് ക്യാൻസർ വന്ന് ആ ബ്രസ്റ്റ് നീക്കം ചെയ്തതിന് ശേഷം നമുക്ക് അവിടെ റീകൺസ്ട്രക്ട് ചെയ്ത് ബ്രസ്റ്റ് അതായത് നമ്മൾ ബ്രസ്റ്റ് ക്യാൻസറിൽ ഇപ്പൊ മുഴകളായിട്ടാണ് ഏറ്റവും സാധാരണയായിട്ട് ബ്രസ്റ്റ് ക്യാൻസർ കാണുന്നത്, മുഴകളായിട്ടാണ്. അപ്പൊ അതിൽ ഈ മുഴ മാത്രം നീക്കം ചെയ്താൽ പോരാ അതിന്റെ ചികിത്സ എന്ന് പറയുന്നത്. അതിന്റെ ചികിത്സ ശസ്ത്രക്രിയ ചെയ്യുമ്പോൾ ആ മുഴയും മുഴയുടെ ചുറ്റുമുള്ള കുറച്ച് മാറും കൂടെ നമുക്ക് നീക്കം ചെയ്യണം. അതല്ലെങ്കിൽ ആ മാറ് മുഴുവനായിട്ടും, ഒരു വശത്തെ മാറ് മുഴുവനായിട്ടും നീക്കം ചെയ്യണം. അപ്പൊ ഇത് ഏത് ചെയ്താലും, ഇപ്പൊ നമ്മൾ മാറിലെ മുഴയും മുഴയുടെ ചുറ്റുമുള്ള കുറച്ച് മാറ് മാത്രം നീക്കം ചെയ്യുന്നതിന് ബ്രസ്റ്റ് കൺസർവേഷൻ സർജറി എന്ന് പറയും. അത് ചെയ്താലും മാറ് കുറച്ച് ഡീഫോംഡ് ആയിപ്പോ, അതായത് കുറച്ച് കുഴിഞ്ഞിരിക്കുക അല്ലെങ്കിൽ ഷേപ്പ് മാറിപ്പോ, അങ്ങനെയൊക്കെ ആയിപ്പോ. അതെല്ലാം മാറ് മുഴുവനായിട്ട് നീക്കം ചെയ്യുകയാണെങ്കിൽ ഒബ്വിയസ്ലി ആ സൈഡെല്ലാം മാറിയില്ല, അത് മാസ്റ്റക്ടമി എന്ന് പറയും. ഈ രണ്ട് കേസിലാണെങ്കിലും നമ്മുടെ ബ്രസ്റ്റിന്റെ ഷേപ്പ് മാറിപ്പോകുന്നു. അപ്പൊ അതിനെ നമുക്ക് പഴയ പോലെ പെർഫെക്റ്റ് ആയില്ലെങ്കിലും ഏകദേശം പഴയ പോലെ ആക്കാനുള്ള ഒരു ഓപ്ഷനാണ് ബ്രസ്റ്റ് റീകൺസ്ട്രക്ഷൻ സർജറി എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഡോക്ടർ അത് ചെയ്യുന്നത്? അതിപ്പോ നമ്മൾ ബ്രസ്റ്റ് കൺസർവേഷൻ സർജറി ആണ് പേഷ്യന്റ് ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ മാറിന്റെ ഒരു ഭാഗം മാത്രമാണ് നീക്കം ചെയ്തതെന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗം മാത്രം നമുക്ക് പുനർനിർമ്മിച്ചാൽ മതി. അതിന് നമുക്ക് ശരീരത്തിന്റെ പുറം ഭാഗത്ത് നിന്ന് ദശ നീക്കി വെച്ച് പുനർനിർമ്മിക്കാവുന്നതേ ഉള്ളൂ. അതിന് നമ്മൾ ഓങ്കോപ്ലാസ്റ്റി എന്ന് പറയും. അതല്ല, ഒരു വശത്തെ മാറ് മുഴുവനായിട്ട് നീക്കം ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് ആ വശത്ത് മാറേയില്ല, മുഴുവനായിട്ട് നീക്കം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് കുറച്ചും കൂടെ വലിയ സർജറിയാണ് ബ്രസ്റ്റ് റീകൺസ്ട്രക്ഷൻ സർജറി. അതിന് നമുക്ക് രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന്, നമുക്ക് ശരീരത്തിന്റെ തന്നെ മറ്റു ഭാഗങ്ങളിൽ നിന്നും ദശ എടുത്തുകൊണ്ട് വെച്ച് ആ ദശ വെച്ച് ഒരു ബ്രസ്റ്റ് മൗണ്ട് പോലെ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. അതല്ലെങ്കിൽ നമുക്ക് ഇംപ്ലാന്റ് വെച്ച് പുതിയൊരു ബ്രസ്റ്റ് ഉണ്ടാക്കാവുന്നതാണ്. രണ്ടും ഏത് രീതിയിലാണ് ചെയ്യുന്നത്? ഇപ്പൊ ദശ എടുത്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ സാധാരണയായിട്ട് നമ്മുടെ വയറിൽ നിന്നാണ് നമ്മൾ ദശ എടുത്ത് വെക്കുന്നത്. സ്ത്രീകളിൽ എസ്പെഷ്യലി കൂടുതൽ പേരും പ്രസവിച്ചിട്ടുള്ള സ്ത്രീകളാണ്. അപ്പോൾ അവർക്ക് വയറിൽ കുറച്ച് ദശ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്.
മെലിഞ്ഞ സ്ത്രീകളാണെങ്കിൽ കൂടിയും നമുക്ക് വയറിൽ നിന്ന് ദശ എടുക്കാൻ മിക്കവാറും പറ്റും. അപ്പൊ വയറിൽ നിന്ന് ദശ നമ്മൾ രക്തക്കുഴലോട് കൂടി എടുക്കും. എന്നിട്ട് ആ രക്തക്കുഴൽ നമ്മൾ മാറിന്റെ അടുത്തുള്ള രക്തക്കുഴലുമായിട്ട് തുന്നിച്ചേർക്കും. അങ്ങനെ വയറിലെ ദശ എടുത്ത് നമ്മൾ മാറിൽ കൊണ്ടുവയ്ക്കും. അപ്പൊ വയറിലെ ദശ കുറയുകയും ചെയ്യും, മാറിലൊരു ബ്രസ്റ്റ് മൗണ്ട് ഉണ്ടാവുകയും ചെയ്യും. അപ്പൊ വയറ് കൂടുതലാണ് എന്നുള്ളൊരു സങ്കടം ചിലർക്കൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു സങ്കടം ഉണ്ടെങ്കിൽ അതും കൂടെ ആക്ച്വലി ഇതിൽ പോയി കിട്ടും. വയറ് കുറയുകയും ചെയ്യും, മാറ് നല്ല രീതിയിൽ ഉണ്ടാവുകയും ചെയ്യും. അതൊരു ഓപ്ഷനാണ്. അതിപ്പോ ഗ്രോത്ത് ആയിട്ട് വരികയാണോ ചെയ്യുന്നത്, അതോ എങ്ങനെയാണ് ഈ ദശ വരുമ്പോഴത്തേക്കും ഗ്രോത്ത് എങ്ങനെയാണ് അത് ഫോം ചെയ്യുന്നത്? ഗ്രോത്ത് അല്ല, നമ്മള് വയറിലെ അതേ ദശയാണ് നമ്മൾ മാറിൽ കൊണ്ടുവെക്കുന്നത്. അപ്പൊ വയറിലുള്ള ദശ, ഇപ്പൊ വയറിൽ സ്ട്രെച്ച് മാർക്സ് ഉണ്ടെങ്കിൽ അത് അതുപോലെ തന്നെ ഈ മാറിലും കാണും. അതേ ദശ തന്നെയാണ് നമ്മൾ കൊണ്ടുവയ്ക്കുന്നത്. അതിൽ വേറെ രൂപമാറ്റം ഒന്നും സംഭവിക്കില്ല. അതിൽ ബ്രസ്റ്റ് ടിഷ്യൂ ഇല്ല, അതുകൊണ്ട് തന്നെ അതിൽ പിന്നീട് ബ്രസ്റ്റ് ക്യാൻസർ വരില്ല. അത് വയറിലെ ദശയാണ്, അത് മാറിലെ ദശയേ അല്ല, അത് വയറിലെ ദശയാണ്. അപ്പൊ അതില് പിന്നീട് മാറിലെ ടിഷ്യൂവിന്റെ ഗ്ലാൻഡിന്റെ അംശങ്ങളൊന്നും അതിലില്ല. അപ്പൊ അതില് പിന്നീട് ബ്രസ്റ്റ് ക്യാൻസർ വരത്തില്ല. ഓക്കെ ഡോക്ടർ, അതുപോലെ തന്നെ ഈ ഇംപ്ലാന്റ് ചെയ്യുന്നതിന്റെ കാര്യം പറഞ്ഞല്ലോ, ഇതല്ലാതെ അത് അൺനാച്ചുറൽ ആയിട്ട് ചെയ്യുന്നതല്ലേ? അതെ, അതെങ്ങനെയാണ്? ഇംപ്ലാന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ വയറിലെ ദശ എടുക്കാൻ താല്പര്യമില്ല അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇംപ്ലാന്റുകൾ ഉപയോഗിച്ചും ചെയ്യാവുന്നതാണ്. അതായത് നമ്മൾ ശരീരത്തിന്റെ പുറം ഭാഗത്തുനിന്ന് മസിൽ എടുക്കും, എന്നിട്ട് ആ മസിലിന്റെ അടിയിലേക്ക് നമ്മൾ ഇംപ്ലാന്റ് നിക്ഷേപിക്കും. അത് യൂഷ്വലി നമുക്ക് മെഡിക്കൽ ഗ്രേഡ് സിലിക്കൺ കൊണ്ടുണ്ടാക്കിയ സിലിക്കൺ ഇംപ്ലാന്റുകളാണ് നമ്മൾ മാർക്കറ്റിൽ ഏറ്റവും ലഭ്യമായിട്ടുള്ളതും ഏറ്റവും സേഫ് ആയിട്ടുള്ളത് അങ്ങനത്തെ ഇംപ്ലാന്റുകളാണ്. ആ ഇംപ്ലാന്റുകൾ വെച്ച് നമുക്ക് മാറ് പുനർനിർമ്മിക്കാവുന്നതാണ്. അതിൽ പിന്നീട് ഭാവിയിൽ വേറെ പ്രശ്നങ്ങളൊന്നും വരില്ല എന്നാണ്. ഭാവിയിൽ പ്രശ്നങ്ങൾ, റയർ ആയിട്ടുള്ള പ്രശ്നങ്ങൾ വരാം, എന്നാലും കൂടുതലും പ്രശ്നങ്ങളൊന്നും വരില്ല. ഈ നമ്മുടെ തന്നെ ദശ ഉപയോഗിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള റയർ ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസ് പോലും ലോങ് ടേം കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ല. ഓക്കെ, അത് മാത്രമല്ല ഡോക്ടർ, ഇപ്പോൾ ഒരു മാറായിരിക്കും എടുത്തിട്ടുണ്ടാവുക, അടുത്തുള്ള മാറ് കുറച്ച് ചിലപ്പോൾ സൈസ് കൂടുതലായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ സാഗിങ് ആയിരിക്കും. അപ്പോൾ ഇതിനെ തമ്മിൽ രണ്ടും ഒരുപോലെ? അതെ, നമുക്ക് രണ്ടും ഒരുപോലെ ഒരു ഏകദേശം ഒക്കെ ആക്കാൻ പറ്റും. ദൈവം ഉണ്ടാക്കിയതുപോലെ പറ്റില്ലായിരിക്കാം, പക്ഷെ എന്നാലും നമുക്ക് ഏകദേശം ഒക്കെ ആക്കാൻ പറ്റും. അതായത് ഇപ്പം പ്രത്യേകിച്ച് ഈ ബ്രസ്റ്റ് ക്യാൻസർ കുറച്ചും കൂടെ ഏജ്ഡ് ആയിട്ടുള്ള സ്ത്രീകളിലാണ് കൂടുതലും കാണുന്നത്. ചെറുപ്പക്കാരിലും ഇപ്പൊ വരുന്നുണ്ട്, എന്നാലും കുറച്ച് കൂടുതൽ കാണുന്നത് ഏജ്ഡ് ആയിട്ടുള്ള സ്ത്രീകളിലാണ്. അപ്പൊ അങ്ങനെയുള്ള സ്ത്രീകളുടെ മാറ് കുറച്ച് തൂങ്ങിയിട്ടായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ വളരെയധികം വലിപ്പമുള്ളതായിരിക്കും. അപ്പൊ അതിനായിട്ട് നമുക്ക് ബ്രസ്റ്റ് റിഡക്ഷൻ സർജറി ചെയ്യാൻ സാധിക്കും. അതായത് നമ്മുടെ നോർമൽ ബ്രസ്റ്റിനെ വലിപ്പം കുറച്ച് മുകളിലേക്ക് കൊണ്ടുവന്ന് അതിന്റെ സൈസ് മൊത്തത്തിലൊന്ന് കുറച്ച് ബ്രസ്റ്റ് റിഡക്ഷൻ സർജറി ചെയ്ത് നമ്മൾ ഉണ്ടാക്കിയ മാറുമായിട്ട് സൈസ് മാച്ച് ചെയ്യാൻ പറ്റും. അതായത് അസുഖമുള്ള വശത്ത് ബ്രസ്റ്റ് റീകൺസ്ട്രക്ഷൻ സർജറിയും അസുഖം ഇല്ലാത്ത വശത്ത് ബ്രസ്റ്റ് റിഡക്ഷൻ സർജറി, ഇത് രണ്ട് സർജറിയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് മാറ് ഏകദേശം ഒരേ വലിപ്പമുള്ള രീതിയിൽ, നിങ്ങൾക്ക് പാഡഡ് ബ്രാ ഒന്നും ധരിക്കാതെ തന്നെ നോർമൽ ഡ്രസ്സിൽ നടക്കാൻ പറ്റുന്ന രീതിയിലുള്ള രണ്ട് മാറുകൾ നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ പറ്റും. അത് അപ്പോൾ സാഗിങ്ങും എല്ലാം മാറി കിട്ടുകയും ചെയ്യും. അപ്പൊ ഇത് ചെയ്യുന്നത് കൊണ്ട് തന്നെ ബാക്കി പിന്നീട് ബ്രസ്റ്റ് ക്യാൻസർ അവിടെ ആ ഭാഗത്തേക്ക് വരില്ല എന്ന് തന്നെയാണോ? ഉറപ്പാണ്? നമ്മൾ ബ്രസ്റ്റ് മുഴുവനായിട്ട് നീക്കം ചെയ്ത് കഴിയുമ്പോൾ ബ്രസ്റ്റിന്റെ ഗ്ലാൻഡ് പോയി, പിന്നെ അവിടെ ബ്രസ്റ്റ് ക്യാൻസർ വരില്ല. നമ്മൾ റിഡക്ഷൻ ചെയ്ത ബ്രസ്റ്റ് സൈഡില് ബ്രസ്റ്റിന്റെ ടിഷ്യൂ ഇനിയും ഉണ്ട്, നമ്മളത് കുറയ്ക്കുന്നേ ഉള്ളൂ, അത് നമ്മളത് മാറ്റുന്നില്ല. അപ്പൊ അവിടെ കുറച്ച് ബ്രസ്റ്റ് ടിഷ്യൂ ബാക്കിയുണ്ട്, അവിടെ വേണമെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസർ പിന്നെയും വരാം. പക്ഷെ നമ്മൾ ഒരു സൈഡിൽ മാറ് എടുത്ത് കളഞ്ഞിട്ട് പുതിയ മാറ് ഉണ്ടാക്കുന്നിടത്ത് പിന്നെ ബ്രസ്റ്റ് ക്യാൻസർ വരില്ല, കാരണം അവിടെ മാറില്ല, മാറ് മുഴുവനായിട്ട് നമ്മൾ എടുത്ത് കളഞ്ഞു. അങ്ങനെയാണ് ഡോക്ടർ. അതുപോലെ തന്നെ ഇപ്പോൾ റിഡക്ഷൻ പറഞ്ഞല്ലോ, ബ്രസ്റ്റിന്റെ റിഡക്ഷൻ ചെയ്യുന്നതിന്റെയും പറഞ്ഞു, അതുപോലെ ബ്രസ്റ്റ് നമ്മൾ റീകൺസ്ട്രക്ഷൻ ചെയ്യുന്നതിന്റെയും പറഞ്ഞു. അപ്പൊ ഇത് രണ്ടും കൂടി ഒരുമിച്ചായിരിക്കുമോ സർജറി ചെയ്യുക? ഒരുമിച്ച് സർജറി ചെയ്യാവുന്നതാണ്. അതായത് നമുക്ക് ഒറ്റ സിറ്റിംഗിൽ തന്നെ, ഒരു സർജറിയിൽ തന്നെ നമുക്ക് മാറ് നീക്കം ചെയ്യുന്നതും മാറ് റീകൺസ്ട്രക്ട് ചെയ്യുന്നതും അപ്പുറത്തെ മാറ് റെഡ്യൂസ് ചെയ്യുന്നത്, ഇതെല്ലാം നമുക്ക് ഒറ്റ സർജറി ആയിട്ട് ചെയ്യാവുന്നതാണ്. ഇപ്പൊ നമ്മൾ റീകൺസ്ട്രക്ഷൻ പറയുമ്പോൾ നമ്മൾ ഇമ്മീഡിയറ്റ് റീകൺസ്ട്രക്ഷനും ഡിലേഡ് റീകൺസ്ട്രക്ഷനും ഉണ്ട്. ഇമ്മീഡിയറ്റ് റീകൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ക്യാൻസർ വന്ന് മാറ് നീക്കം ചെയ്യുന്നതിന്റെ കൂടെ തന്നെ ഒരു പുതിയ മാറ് നമ്മൾ വയറിൽ നിന്ന് ദശ എടുത്ത് വെച്ച് ഉണ്ടാക്കുന്നു, അതാണ് ഇമ്മീഡിയറ്റ് റീകൺസ്ട്രക്ഷൻ. അപ്പൊ മാറില്ലാതെ ഒരു പീരീഡ് ആ പേഷ്യന്റിന്റെ ലൈഫിൽ ഇല്ല, അങ്ങനെ ചെയ്യാം. അതും അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മാറ് നീക്കം ചെയ്യുന്ന സർജറി ചെയ്തതിന് ശേഷം കീമോതെറാപ്പി, റേഡിയോതെറാപ്പി ഇതെല്ലാം ഫിനിഷ് ചെയ്ത് ഏകദേശം 1 വർഷം ആയതിനു ശേഷവും നമുക്ക് മാറ് റീകൺസ്ട്രക്ട് ചെയ്യുന്ന സർജറി ചെയ്യാവുന്നതാണ്. മാറ് റീകൺസ്ട്രക്ട് ചെയ്യുന്ന സർജറിയോടൊപ്പം തന്നെ അപ്പുറത്തെ വശത്ത് നമുക്ക് മാറ് റെഡ്യൂസ് ചെയ്യുന്ന സർജറിയും ചെയ്യാൻ സാധിക്കും. ഇതെല്ലാം ഒറ്റ സിറ്റിംഗിൽ ഒറ്റ അനസ്തീഷ്യയിൽ ചെയ്യാൻ സാധിക്കും. പിന്നെ അതിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത്, അതിനൊരു ടീം ഓഫ് ഡോക്ടേഴ്സ് ഉണ്ടെങ്കിൽ
അത് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകും. ഒറ്റയാള് നിന്ന് ചെയ്യുന്നതിനേക്കാളും ഒരു ടീം ഓഫ് ഡോക്ടേഴ്സ്, SUT നമുക്കൊരു ടീം ഓഫ് ഡോക്ടേഴ്സ് ഉണ്ട്. അപ്പൊ നമുക്കത് നല്ല രീതിയിൽ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ബ്രസ്റ്റ് ക്യാൻസർ വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ ട്രീറ്റ് ചെയ്യാനെന്നും അത് മാത്രമല്ല വരുന്ന ആൾക്കാർ ഇനി ഒട്ടും പറയാൻ മടിക്കരുത് അല്ലേ ഡോക്ടർ? അതെ അതെ, മാറില്ലാതെ ജീവിക്കേണ്ടി വരുമോ, അതെങ്ങനെ ഇരിക്കും എന്നുള്ള ഒരു ടെൻഷന്റെ ആവശ്യമില്ല. മാറി നമുക്ക് പുനർനിർമ്മിക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നല്ലൊരു ടോപ്പിക് ആയിരുന്നു ഡോക്ടർ നമ്മളോടൊപ്പം സംസാരിച്ചത്. എല്ലാ സംശയങ്ങളും എല്ലാവർക്കും ദൂരീകരിച്ചിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും എത്താം.